കേരളത്തിന്റെ മുൻ മന്ത്രിയും കെപിസിസി പ്രസിഡന്റുമൊക്കെ ആയിരുന്ന ആദരണീയനായ സി.വി. പത്മരാജന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. പ്രേക്ഷകർ കാണുന്നത് അതിന്റെ ദൃശ്യങ്ങളാണ്. കെപിസിസി പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ് തുടങ്ങി മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ, യു.ഡി.എഫ് നേതാക്കൾ, ഇടതുപക്ഷത്തെ പ്രമുഖരായവർ എല്ലാം അന്ത്യചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ അന്തരിച്ച ശ്രീ സി.വി. പത്മരാജന്റെ വസതിയിൽ എത്തിക്കഴിഞ്ഞു. നേതാക്കളും ആയിരക്കണക്കിന് കോൺഗ്രസ് നേതാക്കളും പ്രിയപ്പെട്ട നേതാവിന് കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. 1983 മുതൽ 1987 വരെ കെപിസിസി പ്രസിഡന്റും കെ കരുണാകരൻ, എ.കെ. ആന്റണി മന്ത്രിസഭകളിലെ ക്യാബിനറ്റ് വകുപ്പ് മന്ത്രിയുമായിരുന്ന കൊല്ലം ജില്ലയിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്നു സി.വി. പത്മരാജൻ. കൊല്ലം ജില്ലയിലെ പരവൂരിൽ കെ വേലുവൈദ്യന്റെയും തങ്കമ്മയുടെയും മകനായി 1931 ജൂലൈ 22 ജനിച്ചു. അഖില തിരുവിതാംകൂർ വിദ്യാർത്ഥി കോൺഗ്രസിലൂടെ സ്വാതന്ത്ര്യ സമര രംഗത്ത് സജീവമായി. അധ്യാപകനായാണ് ജീവിതം തുടങ്ങിയത് എങ്കിലും ബി.എൽ ബിരുദങ്ങൾ നേടി. 1973 മുതൽ 1979 വരെ കൊല്ലം ജില്ലയിൽ അഭിഭാഷകനായും ഗവൺമെന്റ് പ്ലീഡറായും പബ്ലിക് പ്രോസിക്യൂട്ടറായും പ്രവർത്തിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾക്ക് ചികിത്സയിലായിരുന്നു. ചികിത്സയിൽ തുടരവെ 93 വയസ്സിൽ ജൂലൈ 16 വൈകിട്ട് 7 മണിക്കായിരുന്നു മരണം. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ശ്രീ സി.വി. പത്മരാജന്റെ സംസ്കാര ചടങ്ങുകളാണ്. അനേകം നേതാക്കളും പ്രവർത്തകരും എത്തിച്ചേർന്നിട്ടുണ്ട്. കോൺഗ്രസിലെ ഒരു യുഗത്തിന്റെ കൂടി അവസാനമാണ്. കെ കരുണാകരന്റെ മന്ത്രിസഭയിലെ ജീവിച്ചിരിക്കുന്നവരിൽ വളരെ ചുരുക്കം ചില ആളുകളിൽ ഒരാൾ കൂടിയാണ് ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധേയമായ സംഭാവനകൾ ഏറ്റവും ഉന്നതപ്രജ്ഞനായ സൗമ്യനായ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു. നമുക്കറിയാം, ലീഡർ കെ കരുണാകരന്റെ കാർ അപകടം, അതിനുശേഷം ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോകുമ്പോൾ മുഖ്യമന്ത്രിയുടെ ചുമതല അന്ന് വൈദ്യുതി മന്ത്രിയായിരുന്ന സി.വി. പത്മരാജനാണ് കൈമാറിയത്. കേരളത്തിന്റെ ഭരണം ആ കാലത്ത് നയിച്ച ആളാണ് ശ്രീ സി.വി. പത്മരാജൻ. മികച്ച അഭിഭാഷകനായിരുന്നു പത്മരാജൻ. വർഷങ്ങളോളം കോടതി മുറിക്കുള്ളിൽ നിയമമെടുത്ത് അമ്മാനമാടിയ പഴയ പബ്ലിക് പ്രോസിക്യൂട്ടർ കൂടിയായിരുന്നു. ഇന്ദിരാഭവന് സ്വന്തം ഓഫീസ് മന്ദിരമായതും പത്മരാജന്റെ കഠിനാധ്വാനത്തിലായിരുന്നു. രാജീവ് ഗാന്ധി പ്രസിഡന്റായിട്ടുള്ള അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ കേരള ഘടകമായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് സി.വി. പത്മരാജൻ പേർക്കെഴുതുന്ന വിലയാധാരം എന്ന പ്രമാണത്തിലെ ആദ്യ വരി തന്നെയാണ് പത്മരാജന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ ജീവിതാധാരം. ഇപ്പോൾ ശ്രീ സി.വി. പത്മരാജന്റെ വസതിയിൽ നിന്നും കർമാനൂസിനു വേണ്ടി റിപ്പോർട്ടർ രാമഭദ്രൻ ചേരുകയാണ്. വൈകുന്നേരത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ കുടുംബ വസതിയായ പരവൂരിലാണ് സംസ്കാര അന്ത്യകർമ്മങ്ങൾ നടക്കുന്നത്. അദ്ദേഹം മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഒരു വ്യക്തി എന്ന നിലയിൽ എന്തൊക്കെ പുരോഗമനം രാജ്യത്തും അല്ലെങ്കിൽ ജനങ്ങൾക്കും നടപ്പിലാക്കാൻ പറ്റും എന്നുള്ളതിനുള്ള ഉദാഹരണമാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന അംഗൻവാടി കെട്ടിടങ്ങൾ. ഈ അംഗൻവാടി എന്നുള്ള പദ്ധതിയിൽ കൂടി നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവരായ കുട്ടികൾക്ക് പോഷകാഹാരങ്ങൾ കൊടുക്കാൻ പറ്റുമെന്നും അവർക്കൊരു പ്രാഥമികമായിട്ടൊരു വിദ്യാഭ്യാസം എല്ലാവർക്കും നൽകാൻ കഴിയുമെന്നും ുള്ളതിനൊരു തെളിവാണ് ഇന്നും അംഗൻവാടി കെട്ടിടങ്ങളും അംഗൻവാടി വിദ്യാഭ്യാസങ്ങളും നടക്കുന്നത്. അത്തരത്തിൽ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അതേപോലെ തന്നെ ഇപ്പോഴും നമ്മുടെ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഇടയിൽ ഒരു വ്യാപകമായിട്ടൊരു ആക്ഷേപം, ഇടതുപക്ഷം അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികൾ ബാഗ് അല്ലെങ്കിൽ പെട്ടി എന്നൊരു സംവിധാനം എന്നും പറഞ്ഞിട്ട് ആക്ഷേപം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന ഒരു സമയത്ത് മുൻ മുഖ്യമന്ത്രി ആയിരുന്ന ശ്രീ കരുണാകരൻ അദ്ദേഹം വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു അപകടം പറ്റുകയും ആ അപകടം പറ്റി അദ്ദേഹം അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകുന്ന അർത്ഥം അന്ന് അദ്ദേഹത്തെ ഒരു ആക്ടിംഗ് മുഖ്യമന്ത്രി എന്ന നിലയിൽ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ഏൽപ്പിച്ച ഒരു വ്യക്തി കൂടിയാണ്, ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഒരു വ്യക്തി കൂടിയാണ് ശ്രീ സി.വി. പത്മരാജൻ. പക്ഷേ അന്ന് ഈ 3 പെട്ടികൾ ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രി സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയെന്ന് പറഞ്ഞ് ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും വളരെയേറെ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അദ്ദേഹം അതിനെല്ലാം തടുത്തുകൊണ്ട് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്ന
നായനാരിൻ്റെ മുമ്പിൽ അദ്ദേഹം പറഞ്ഞു, ശരിയാണ് 3 പെട്ടിയുണ്ട്, ആ പെട്ടി എന്ന് പറഞ്ഞാൽ ആ പെട്ടിയിൽ എന്താണ് ഉള്ളതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വ്യക്തമായ ഒരു മറുപടി കൊടുത്ത് ഈ പ്രതിപക്ഷത്തിൻ്റെ വായടപ്പിക്കുന്ന കാര്യമാണ്. ഒന്നാമത്തെ പെട്ടിയിൽ ഉണ്ടായിരുന്നത് ശ്രീ കെ കരുണാകരൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ വസ്ത്രമായിരുന്നു. രണ്ടാമത്തെ പെട്ടിയിൽ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ഗൺമാനായിരുന്ന അദ്ദേഹത്തിൻ്റെ വസ്ത്രമായിരുന്നു. മൂന്നാമതൊരു പെട്ടി ഉണ്ടായിരുന്നത് അത് അദ്ദേഹത്തിൻ്റെ ഡ്രൈവറായിരുന്ന അവരുടെ വസ്ത്രം. അങ്ങനെയാണ് 3 പെട്ടി ഉണ്ടായിരുന്നത്. ആ 3 പെട്ടിയിൽ ഇത്തരം വസ്ത്രങ്ങളാണെന്ന് പറഞ്ഞ് അവർ പ്രതിപക്ഷത്തിൻ്റെ വായടപ്പിക്കുന്ന ഒരു അവസരം അന്ന് നിയമസഭയിൽ അദ്ദേഹം പ്രസംഗിക്കുകയുണ്ടായി. അത്തരത്തിൽ ധൈര്യത്തോടു കൂടി സമൂഹത്തിൻ്റെ നാനാ തുറയിലുള്ളവരാണ് ഇന്നിവിടെ ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തിയത്. പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ, ശ്രീ രമേശ് ചെന്നിത്തല, BJPയുടെ കൊല്ലം ജില്ലാ പ്രസിഡന്റ് ആർ പ്രശാന്ത്, അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ, മുൻ മേയറായിരുന്ന പ്രസന്ന ഏണസ്റ്റ്, അത്തരത്തിൽ സമൂഹത്തിൻ്റെ വിവിധ തരത്തിലുള്ളവരെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ വസതി ആനന്ദവല്ലി ശരത്ത് വന്ന് ആദരാഞ്ജലികൾ അർപ്പിച്ച് മടങ്ങിയിരിക്കുകയാണ്.